ശ്രീ പി കെ ഗോപൻ, ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു അനുഭവം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് വളരെ സരസമായി ആ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, ചർച്ചകളിൽ ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, അതുകൊണ്ട് ചർച്ചയ്ക്ക് വരാൻ ഞങ്ങളുടെ പാനലിസ്റ്റുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് വസ്തുതയാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് മുൻപും പിൻപും എന്ന നിലയിലെടുക്കാം. സ്വാഭാവികമായി മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നടത്തിയ ശേഷം ഈ ചർച്ചകളിലേക്ക് വരാൻ കോൺഗ്രസ് പാനലിസ്റ്റുകൾക്ക്, ചർച്ചകളിൽ പോകുന്നവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല? പിന്നെ ഒരു ആശ്വാസം കോൺഗ്രസ് പാനലിസ്റ്റുകളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ഗുരുതരമായ ആക്ഷേപം നേരിട്ടിട്ടും കേരളത്തിലെ പല ദൃശ്യമാധ്യമങ്ങളും വളരെ വളരെ നല്ല നിലയിൽ ഈ ചർച്ചകൾ ഒഴിവാക്കി കൊടുക്കുന്നു എന്ന പ്രശ്നം, ആ മാധ്യമ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. മാധ്യമങ്ങൾ ഇതിലുയരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ, അതായത് വി ഡി സതീശൻ്റെ ഈ രാഷ്ട്രീയ യാത്രയിൽ ഒരു പുതുയുഗ ഉദയത്തിൽ ഇവരുടെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നോ? ആളുകളുടെ സംശയവും ചോദ്യവുമാണ്. അന്വേഷണം ആ വഴിക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട് എന്ന് കരുതുന്നു. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് ഉയരേണ്ടത്. പക്ഷേ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സൗകര്യപൂർവ്വം ഈ കോൺഗ്രസ് പാനലിസ്റ്റുകൾക്ക് സൗകര്യം ഒരുക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. അനുഭവങ്ങളിൽ നിന്ന് ശ്രീ ഗോപൻ എന്തു പറയും? അല്ല, ശ്രീകുമാർ സാർ ഈ ചർച്ചയിലുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷം LDF കേരളം ഭരിച്ചപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് കേരളത്തിലെ എല്ലാ ചാനൽ ചർച്ചകളിലും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ വലിയ തോതിൽ 4-5 ആളുകളെ അപ്പുറത്തിരുത്തിയിട്ട്, ഒരു 4 പേര് LDF വിരുദ്ധരും, ഒരു LDF പ്രവർത്തകനോ അല്ലെങ്കിൽ ജയചന്ദ്ര സാറിനെ പോലുള്ള അല്ലെങ്കിൽ ശ്രീകുമാർ സാറിനെ പോലുള്ള ഒരു നിരീക്ഷകരായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ബാക്കി മുഴുവൻ UDFന്റെയും BJPയുടെ ആളുകളാണ്. അങ്ങനെ കടന്നിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിലും എന്തുകൊണ്ടാണ് LDFന്റെ പ്രതിനിധികൾ ചർച്ചയിൽ നിരന്തരമായി പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ, LDFന്റെ നേതൃത്വം പൊതുജനങ്ങളുടെ മുമ്പിൽ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കില്ല. അവര് പറയുന്ന പത്രസമ്മേളനത്തിലെ വാക്കുകൾ എടുത്ത് അഭിമാനത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അതിൽ ചേർക്കേണ്ടത് ചേർത്ത്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ, അതിന്റെ ഭാഗമായിട്ട് എടുത്ത് അതിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ, പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയാൽ, മിനിസ്റ്റേഴ്സ് പത്രസമ്മേളനം നടത്തിയാൽ, അല്ലെങ്കിൽ അവരൊരു കാര്യത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ, ആ സ്റ്റേറ്റ്മെന്റിലെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. അവർ ഞങ്ങളെ വഞ്ചിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് ഒരുതരം വിഷമം നമുക്കും തോന്നാറുണ്ട്. അവർ വന്നിരുന്നിട്ട് ഈ വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി, വി ഡി സതീശനെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാന്യനായ ശ്രീകുമാർ സാർ. അവരുടെയൊക്കെ ഉള്ളിൽ എന്താണ്, അദ്ദേഹത്തിന് കുറച്ച് പക്വതയും നല്ല പരിണതപ്രജ്ഞനായ ആളായതുകൊണ്ട് അദ്ദേഹം വഴുതി മാറി പല ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചതാണ് ഏറ്റവും പ്രധാന കാര്യം. കേരളത്തിലെ 3-4 പ്രമുഖമായ ദിനപത്രങ്ങൾ, കേരളത്തിലെ 3-4 ചാനലുകൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട വാർത്തകളുടെ സ്ഥാനത്ത് മറ്റു വാർത്തകൾ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തെ മറ്റൊരു മാധ്യമം പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുന്ന സ്ഥിതി പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മലയാള മനോരമയും മാതൃഭൂമിയും തമ്മിൽ തർക്കമുണ്ട്, അല്ലെങ്കിൽ മത്സരമുണ്ട്. അതിന് വാർത്തകളുടെ കാര്യത്തിൽ, അവരുടെ സർക്കുലേഷന്റെ കാര്യത്തിൽ തർക്കമുണ്ട്. ആ തർക്ക സമയത്തും കേരളത്തിലെ ഒന്നാമത്തെ പത്രത്തെക്കാൾ ഒന്നുകിൽ ഇത്ര കൂടി നിൽക്കുന്നു, അല്ലെ കുറഞ്ഞു നിൽക്കുന്നു, കേരളത്തിലെ രണ്ടാമത്തെ പത്രത്തെക്കാൾ ഇത്ര കുറഞ്ഞു നിൽക്കുന്നു, കൂടി നിൽക്കുന്നു എന്ന പരസ്യം മാത്രമേ അവർ കൊടുത്തിരുന്നുള്ളൂ. ഇപ്പൊ നോക്കിയേ, കേരളത്തിലെ ചാനലുകളുടെ പേരെടുത്ത് പറഞ്ഞ് ആ ചാനലിന്റെ പ്രശ്നങ്ങളെ സമൂഹത്തിൽ വലിയ തോതിൽ പെരുപ്പിച്ച് കാട്ടി അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവമായിട്ട് എന്തുകൊണ്ട് മാറി? ഒരു പത്രപ്രവർത്തക യൂണിയൻ എന്നുള്ള ഐക്യം പോലും ഇല്ലാതെ വന്നതിന്റെ കാരണം എന്താ? അതെല്ലാം ഇടതുപക്ഷ വിരുദ്ധതയുടെ പേരിലാണ്. നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷ അനുകൂലമായി എന്തെങ്കിലും പറയുന്നോ, നിങ്ങളെ ശരിയാക്കി കളയും. നമ്മുടെ ജോണിന്റെ മകൾ ജിജോയ്ക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വന്നില്ലേ? മറ്റുള്ള കമന്റ്സ് പോലെയാണോ? ആ പെൺകുട്ടി സ്വന്തം പിതാവിന്റെ കുറിച്ച് കമന്റ് പറഞ്ഞപ്പോ ആ കുട്ടിയെ എത്രമാത്രം അപഹാസ്യപ്പെടുത്തി എന്നുള്ളതാണ്. ശൈല ടീച്ചർ കുറച്ച് മികച്ച പ്രവർത്തനം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് നടത്തി. അവർ വിദേശ രാജ്യങ്ങളിലും
ജനീവയിലും ഐക്യരാഷ്ട്രസഭയുടെ വേദികളിലും പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എത്ര മോശമായിട്ടാണ് അവരെ ആക്ഷേപിച്ചത്. അവരെ തയ്യൽ ടീച്ചർ, അത് അവരെ അഭിമാനമായിട്ട് എടുത്തു. തയ്യൽ ടീച്ചർ കുഴപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ദോഷമുള്ള കാര്യമാണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചു. ഇപ്പോ ഞാനൊരു കാര്യം പറയാം ശരത്തെ, സച്ചിദാനന്ദൻ മാഷും സച്ചിദാനന്ദൻ മാഷും സാറ ടീച്ചറും കാരശ്ശേരി മാഷും കൽപ്പറ്റ നാരായണൻ മാഷും കേരളത്തിലെ ജനങ്ങളോട് ചേഞ്ചിന് വേണ്ടി ആഹ്വാനം ചെയ്തവരാണ്. ആ 4 പേര് കേരളത്തിൽ ചേഞ്ചിന് വേണ്ടി ആഹ്വാനം ചെയ്തത് ഈ അടുത്ത ജനുവരി മാസം 26-ന് നുണഭൂഷൺ അവാർഡ് കൊടുത്താൽ ആ അവാർഡ് കരസ്ഥമാക്കാൻ യോഗ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇവര് 4 പേരുടെ പേര് ഞാൻ എടുത്തു പറയുക. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നിന്നിരുന്ന 4 പ്രമുഖരായ ബൗദ്ധിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അവരോട് ആകാശത്തോളം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങൾ കൂടി സമാധാനം പറയണം ഈ കേരളത്തിൽ. അതാണ് ഞാൻ ആമുഖമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്.